നാളെ ടെലിവിഷൻ സംപ്രേഷണം നിർത്തിവെച്ച് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കരിദിനം ആചരിക്കും. ട്രായുടെ പുതിയ താരിഫ് നയത്തിലെ അപാകതയിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം. കേരള സാഹിത്യ അക്കാദമിയുടെ 2017 അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ കെ എൻ പണിക്കർക്കും മാറ്റൂർ രവിവർമ്മയ്ക്കും അക്കാദമി വിശിഷ്ടാംഗത്വം. ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിശ്ചലമായി. പൊതുസ്ഥലത്ത് മാലിന്യം കത്തിക്കുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചു. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പണം സ്വന്തക്കാർക്ക് വേണ്ടി മുഖ്യമന്ത്രി ദൂർത്തടിക്കുന്നതായി കെ മുരളീധരൻ എംഎൽഎ. വെങ്കടങ്ങ പഞ്ചായത്തിൽ തെരുവ് നായ്ശല്യം രൂക്ഷം. പഞ്ചായത്ത് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. SBG സംഘം നാളെ തൃശൂരിൽ പരിശോധനയ്ക്കെത്തും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. നാളെ ടെലിവിഷൻ സംപ്രേഷണം നിർത്തിവെച്ച് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കരിദിനം ആചരിക്കും. ട്രായുടെ പുതിയ താരിഫ് നയത്തിലെ അപാകതയിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും സമരത്തിന്റെ ഭാഗമാകും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ടെലിവിഷൻ സംപ്രേഷണം നിർത്തിവെച്ചാണ് കരിദിനം ആചരിക്കുന്നത്. ട്രായുടെ പുതിയ താരിഫ് നയത്തിലെ അപാകതകളിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം. പുതിയ താരിഫ് പ്രകാരം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വൻ നിരക്ക് വർധനവാണ് ഉണ്ടാവുക. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ പൂർണ്ണമായും അവഗണിച്ചും കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാക്കിയുമാണ് പുതിയ താരിഫ് നടപ്പാക്കുന്നതെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കുറ്റപ്പെടുത്തി. ട്രായുടെ പുതിയ നയം നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ഫ്രീ ടു എയർ ചാനലുകളും മലയാളം പേ ചാനലുകളും ലഭിക്കാൻ ടിവി പ്രേക്ഷകർ കൂടുതൽ തുക മുടക്കേണ്ടിവരും. മറ്റ് വിനോദ ചാനലുകളുടെ പ്രത്യേക നിരക്കും നികുതിയും കൂടിയാകുമ്പോൾ തുക വീണ്ടും ഉയരും. കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന 16 മണിക്കൂർ കരിദിനാചരണത്തിനും ധർമ്മസമരത്തിനും പ്രേക്ഷകർ സഹകരിക്കണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ വിവിധ സംഘടനാ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മാധ്യമരംഗത്തെയും കേബിൾ ടിവി രംഗത്തേക്കും പുതുതായി ചുവടുവയ്ക്കുന്ന കുത്തകകൾക്ക് വേണ്ടിയാണ് ട്രായ് ജനദ്രോഹപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്ന ആക്ഷേപം ശക്തമാകും. കാൽനൂറ്റാണ്ട് മുൻപാണ് ഇന്ത്യയിൽ കേബിൾ ടിവി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 10 ചാനലുകൾക്ക് 100 രൂപ പ്രതിമാസ നിരക്കായിരുന്നു ആദ്യകാലത്ത്. ഘട്ടം ഘട്ടമായി ചാനലുകളുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ ചാനലുകളുടെ എണ്ണത്തിന് ആനുപാതികമായ വാടക വർധനവുണ്ടായില്ല. വൻകിട കുത്തക കമ്പനികളുടെ വിലപേശലിനു മുന്നിൽ മുട്ടുമടക്കാതെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ നടത്തിയ ധീരമായ പ്രതിരോധമാണ് നിരക്ക് വർധനവിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമായത്. നിലവിൽ 100 കണക്കിന് ചാനലുകൾ ലഭ്യമാക്കുന്ന കേബിൾ ഓപ്പറേറ്റർമാർ പരമാവധി ഈടാക്കുന്നത് 250 രൂപ വരെയാണ്. ഒരു ചാനലിന് ഏകദേശം 50 പൈസ മാത്രമാണ് ഇപ്രകാരം ഉപഭോക്താവിന് നൽകേണ്ടി വരുന്നത്. ട്രായിയുടെ പുതിയ നിർദ്ദേശമനുസരിച്ച് 100 ചാനലുകൾക്ക് 130 രൂപയും ടാക്സും ഉൾപ്പെടെ 151 രൂപ 50 പൈസ വാങ്ങാമെന്നാണ് വ്യവസ്ഥ. ഒരു ചാനലിന് ഏകദേശം 1.5 രൂപ വീതം. പേ ചാനലുകളുടെ കച്ചവട താൽപര്യത്തിന് പ്രേക്ഷകൻ വഴങ്ങേണ്ട അവസ്ഥ വരുന്നുവെന്നതാണ് ഈ നീക്കത്തിന്റെ ബാക്കി പത്രം. ഏഷ്യാനെറ്റ് ചാനലിന് 19 രൂപയാണ് നൽകേണ്ടതെന്നാണ് പരസ്യമെങ്കിലും ടാക്സ് അടക്കം 22 രൂപ 40 പൈസ നൽകേണ്ടി വരുമെന്നതാണ് സത്യം. 1 രൂപ 50 പൈസയാണ് ഇതിൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുക. ബാക്കി തുക കുത്തക കമ്പനിക്കുള്ളതാണ്. ഇഷ്ട ചാനലുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശമെന്ന നിലയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കണക്കുകൾ മാധ്യമ കുത്തകകൾക്ക് കൊള്ളലാഭം കൊയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ് ഇവിടെ. ശരാശരി 20 ചാനലുകൾ ഇപ്രകാരം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 300 മുതൽ 500 രൂപ വരെ നൽകേണ്ടി വരും. ഇഷ്ട ചാനലുകൾ പ്രേക്ഷകർക്ക് തെരഞ്ഞെടുക്കാമെന്ന വ്യാജേന ട്രായ് നടപ്പാക്കുന്നത് ഈ രംഗത്തെ കുത്തക കമ്പനികളുടെ താൽപ്പര്യമാണെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നു. 24 മണിക്കൂറും സേവന സന്നദ്ധരായി നിലകൊള്ളുന്ന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർക്കാനുള്ള ഗൂഢശ്രമം തിരിച്ചറിഞ്ഞ് ട്രായിയുടെ പുതിയ നയങ്ങൾക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ നടത്തുന്ന സമരത്തിന് പ്രേക്ഷകർ പൂർണ്ണ പിന്തുണ നൽകണമെന്ന ആവശ്യമാണ് കേബിൾ ടിവി രംഗത്തെ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കരിദിനാചരണത്തിന്റെ ഭാഗമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നാളെ ഏകദിന ഉപവാസ സമരം നടത്തും. തൃശൂർ നടുവിലാലിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരം. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സമരവേദിയിൽ എത്തും. കേരള സാഹിത്യ അക്കാദമിയുടെ 2017 സാഹിത്യ അവാർഡുകൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. കവിതയിൽ വീരാൻകുട്ടി, നോവലിൽ VJ ജെയിംസ്, ചെറുകഥയിൽ ഐമനം ജോൺ, നാടകരചനയിൽ SV വേണുഗോപൻ നായർ, സാഹിത്യ വിമർശനത്തിന് കൽപ്പറ്റ നാരായണൻ, വൈജ്ഞാനിക സാഹിത്യത്തിൽ NJK നായർ,
ആത്മകഥാ വിഭാഗത്തിൽ ജയചന്ദ്രൻ മൊഗേരി, യാത്രാ വിവരണത്തിൽ CV ബാലകൃഷ്ണൻ, വിവർത്തനത്തിൽ രമാ മേനോൻ, ബാലസാഹിത്യത്തിൽ VR സുധീഷ്, ഹാസ്യസാഹിത്യത്തിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. 25,000 രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് അക്കാദമി അവാർഡ്. ഡോക്ടർ KN പണിക്കർക്കും ആറ്റൂർ രവിവർമ്മയ്ക്കും അക്കാദമി വിശിഷ്ടാംഗത്വം സമ്മാനിക്കും. 50,000 രൂപയും 2 പവന്റെ സ്വർണപതക്കവും പ്രശസ്തിപത്രവും പൊന്നാടയുമാണ് വിശിഷ്ടാംഗത്വ പദവി ലഭിച്ചവർക്ക് സമ്മാനിക്കുക. പഴവിള രമേശൻ, MP പരമേശ്വരൻ, കുഞ്ഞപ്പ പട്ടാനൂർ, ഡോക്ടർ KG പൗലോസ്, K അജിത, CL ജോസ് എന്നിവർക്ക് സമഗ്ര സംഭാവനാ പുരസ്കാരങ്ങളും P പവിത്രൻ, മുരളി തുമ്മാരുകുടി, PK ശ്രീധരൻ, S കലേഷ്, അബിൻ ജോസഫ്, ഡോക്ടർ P സോമൻ, ശീതൾ രാജഗോപാൽ എന്നിവർക്ക് അക്കാദമി എൻഡോമെന്റും നൽകും. 30,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് സമഗ്ര സംഭാവനാ പുരസ്കാരം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. അക്കാദമി ഫെലോഷിപ്പ് തുക വർദ്ധിപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ. 2017 സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും അക്കാദമി അവാർഡുകളും പ്രഖ്യാപിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 50,000 രൂപയാണ് ഫെലോഷിപ്പ് തുകയായി നൽകുന്നത്. എൻഡോമെന്റ് തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്ന് അക്കാദമി പ്രസിഡന്റ് അറിയിച്ചു. കേരളത്തിന് വേണ്ടിയുള്ള പൊതു പ്രാർത്ഥനാ ഗാനത്തിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ 5 മാസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ പാനലാണ് കൃതികൾ പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആറ്റൂർ രവിവർമ്മയെ തേടി ഒടുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അംഗീകാരം. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2017 സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വമാണ് ആറ്റൂർ രവിവർമ്മയെ തേടിയെത്തിയത്. കവിയും വിവർത്തകനുമായ ആറ്റൂർ രവിവർമ്മ നേരത്തെ കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2016 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്തിന് ആറ്റൂർ രവിവർമ്മയെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം തള്ളിപ്പോവുകയായിരുന്നു. 1996 ആറ്റൂർ രവിവർമ്മയ്ക്ക് നേരത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയെടുത്തത്. 2002 മുതൽ 2007 വരെ സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിശ്ചലമായി. പൊതുസ്ഥലത്ത് മാലിന്യം കത്തിക്കുന്നത് നാട്ടുകാർക്ക് തലവേദനയാകും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ച് നഗരസഭ ശുചീകരണ തൊഴിലാളികളാണ് നഗരത്തിൽ മാലിന്യത്തിന് തീയിടുന്നത്. നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തൊഴിലാളികൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. കവറുകൾ പോലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളും കൂട്ടത്തിലുണ്ടാകും. ഇത് രൂക്ഷമായ ഗന്ധത്തോടുകൂടിയ കറുത്ത പുക ഉയരാൻ ഇടയാക്കുന്നു. ഈ വിഷപ്പുക ശ്വസിച്ച് അവശതയോടെയാണ് കാൽനട യാത്രികർ കടന്നു പോകുന്നത്. വായനശാലയുടെ പുറകിൽ മാലിന്യം കത്തിക്കൽ ഒരിടവേളയ്ക്ക് ശേഷം പതിവായിരിക്കുകയാണ്. EMS സ്ക്വയറിനോട് ചേർന്ന് ഇരുമ്പ് വീപ്പയിലാണ് മാലിന്യം കത്തിക്കുന്നത്. ഇതോടെ വലിയ ഉയരത്തിൽ അന്തരീക്ഷം പുകമയമാകും. വായനശാലയോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ പോകുന്നവർക്ക് പുക വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാനായി ദിവസവും 100 കണക്കിന് പേരാണ് ഈ നടപ്പാത ഉപയോഗിക്കുന്നത്. പുകയേൽക്കുന്നവരിൽ പലർക്കും കണ്ണെരിച്ചിലുണ്ടാകാറുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും കംഫർട്ട് സ്റ്റേഷനുകൾക്ക് മുന്നിലും റോഡരികുകളിലും മാലിന്യം കത്തിക്കൽ പതിവ് കാഴ്ചയാണ്. ശക്തമായ പുക ഉയരുന്നത് നഗരമധ്യത്തിലൂടെ വാഹനയാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇരുചക്രവാഹന യാത്രികർ പലപ്പോഴും അപകടങ്ങളിൽപ്പെടാനും ഇത് ഇടയാക്കുന്നു. നാടിനെ പുകച്ചുകൊല്ലുന്ന നിലപാടിൽ നിന്ന് നഗരസഭ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പൊതുപ്രവർത്തകൻ വത്സൻ താമരയൂർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ലൈബ്രറി ഹാളിന് പുറകുവശവും ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും മാലിന്യം കത്തിക്കുകയും അതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തുമ്പോൾ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഇത് മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവുക. അതുകൊണ്ട് ഈ സ്ഥിതി മാറ്റുക, അല്ലാത്ത പക്ഷം നഗരസഭയ്ക്കെതിരെ പ്രതിഷേധ പ്രക്ഷോഭമായിട്ട് പോകാനാണ് നാട്ടുകാരുടെ ശ്രമം. 2 വർഷത്തോളമായി നഗരസഭയിലെ മാലിന്യ സംസ്കരണ സംവിധാനം തകിടം മറിഞ്ഞിരിക്കുകയാണ്. നേരത്തെ നാട്ടുകാർ വ്യാപകമായി പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പ്രൊഫസർ PK ശാന്താകുമാരി മാലിന്യം കത്തിക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ചെയർപേഴ്സൺ മാറിയതോടെ മാലിന്യം കത്തിക്കുന്നതിന് മൗനാനുവാദം നൽകിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്നതിന് തുല്യമാണ് നഗരസഭയുടെ ഈ പ്രവൃത്തി. നാട്ടുകാരെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ഈ നീക്കം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ സനൂപിനോടൊപ്പം KV സുബൈർ, TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. ചില യാത്രകൾ
പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തയിലേക്ക്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പണം സ്വന്തക്കാർക്ക് വേണ്ടി ദൂർത്തടിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്നും പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് 10,000 രൂപ പോലും ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ MLA. UDFിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കളക്ടറേറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ഒരു മേഖലയിലും വികസനം കൊണ്ടുവരാൻ കഴിയാത്ത സമ്പൂർണ്ണ പരാജയമാണ് പിണറായി സർക്കാർ. മതവിശ്വാസങ്ങളെ ഹനിക്കാൻ മുന്നിട്ടിറങ്ങിയ ഗവൺമെന്റിനെതിരെയാണ് യഥാർത്ഥത്തിൽ മതിലുകെട്ടേണ്ടിയിരുന്നതെന്നും എല്ലാവരെയും മതിലുകെട്ടി വേർതിരിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിലെ BJPയുടെ സമരം വിശ്വാസികളുടെ പേരിലുള്ള മുതലെടുപ്പാണെന്നും നിരാഹാര സമരം നടത്തി BJP നാണം കെട്ടെന്നും മുരളീധരൻ പറഞ്ഞു. പ്രളയത്തിനെ തുടർന്ന് പാവപ്പെട്ടവൻ കൈയയച്ച് നൽകിയ കാശ് മുഴുവൻ സ്വന്തക്കാർക്ക് സ്വന്തം നിലയ്ക്ക് ദൂർത്തടിക്കുന്ന സമീപനമാണ് ഇവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നു? ക്യാമ്പുകളിൽ പങ്കെടുത്തവർക്ക് 10,000 രൂപ തികച്ച് ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ? മതവിശ്വാസങ്ങളെ ഹരിക്കാൻ ഒരു ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ അതിനെതിരായിട്ട് വേണം മതിൽ കെട്ടാൻ. അല്ലാതെ ഭക്തന്മാരുടെ ഇടയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മതിൽ കെട്ടുന്നതിനെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുന്നു. കാനൻ രാജേന്ദ്രനെ മാറ്റുന്ന പോലെ, ഇസ്മായിലിനെ മാറ്റുന്ന പോലെയാണോ ശബരിമലയിലെ തന്ത്രിനെ മാറ്റുന്നത്? ഇതിനൊക്കെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മറികടക്കാൻ പുറപ്പെട്ടാൽ യഥാർത്ഥ ഭക്തജനങ്ങൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്നു മാത്രമേ ഞാൻ പറയുന്നു. അല്ലാതെ ഈ RSSും സംഘികളൊന്നും യഥാർത്ഥ ഭക്തരൊന്നും അല്ല, അത് കപട ഭക്തരാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UPA അധികാരത്തിലെത്തിയാൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ യുവതീ പ്രവേശനമുണ്ടായപ്പോൾ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയെ പുറത്താക്കണമെന്ന മന്ത്രി സുനിൽകുമാറിന്റെ പ്രസ്താവനയെ മുരളീധരൻ പരിഹസിച്ചു. തന്ത്രിയെ പുറത്താക്കാൻ ഇത് CPI സംസ്ഥാന കമ്മിറ്റിയല്ലെന്നും കാനം രാജേന്ദ്രനെ മാറ്റുന്നതുപോലെ തന്ത്രിയെ മാറ്റാൻ കഴിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ പരാജയം, ക്രമസമാധാന തകർച്ച, വിശ്വാസികളോടുള്ള സർക്കാർ നിലപാടിലുള്ള എതിർപ്പ് എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചത്. രാവിലെ 8 മുതൽ കളക്ടറേറ്റിന്റെ 2 ഗേറ്റുകളും UDF പ്രവർത്തകർ ഉപരോധിച്ചു. കളക്ടറേറ്റിലേക്കുള്ളവർ പുറകുവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവേശിച്ചത്. ഉച്ചയോടെ ഉപരോധത്തിൽ പങ്കെടുത്തവർ അറസ്റ്റ് വരിച്ചതോടെ സമരം അവസാനിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, DCC പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, UDF നേതാക്കളായ MP ജാക്സൺ, തോമസ് ഉണ്ണിയാടൻ, മുഹമ്മദ് റഷീദ്, CH റഷീദ്, PRN നമ്പീശൻ, PM ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. വെങ്കടങ്ങ് പഞ്ചായത്തിൽ തെരുവ് നായ്ശല്യം രൂക്ഷമായി. 5-ാം വാർഡിലെ പാട്ടത്തിൽ ജനാർദ്ദനൻ ഭാര്യ വിജയലക്ഷ്മിയെ വീട്ടുപറമ്പിൽ വെച്ച് തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നായ്ക്കൾ വസ്ത്രത്തിൽ കടിച്ച് വലിച്ചതിനെ തുടർന്നുള്ള വീഴ്ചയിൽ വിജയലക്ഷ്മിക്ക് പരിക്കേറ്റു. വീട്ടുകാരും പരിസരവാസികളും ബഹളം വെച്ചതോടെ നായ്ക്കൾ ഓടി രക്ഷപ്പെട്ടു. മുഖത്ത് പരിക്കേറ്റ വിജയലക്ഷ്മി മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സന്ധ്യാസമയത്ത് കൂട്ടമായി എത്തുന്ന തെരുവ് നായ്ക്കൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് ജനാർദ്ദനൻ പറഞ്ഞു. എല്ലാ ഭാഗത്തും നായ്ക്കൾ വൈകുന്നേരം ആകുമ്പോൾ 5-8 നായ്ക്കൾ കൂടുക. ഇങ്ങനെ കുട്ടികളുടെയും വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ പിന്നാലെ പെട്ടെന്ന് ഓടുക, അങ്ങനെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന നായ്ക്കളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭീകരാവസ്ഥ, ചെറിയ തോതിലുള്ളൊരു ഭീകരാവസ്ഥ അവിടെ നിലവിലുണ്ട്. 2 മാസം മുൻപ് പാടൂർ മേഖലയിൽ തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിലും സ്വകാര്യ വ്യക്തികളുടെ ഒഴിഞ്ഞ പറമ്പുകളിലും നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്.
തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. SBG സംഘം നാളെ തൃശൂരിൽ പരിശോധനയ്ക്കെത്തും. ഞായറാഴ്ച വൈകിട്ട് 4-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ എത്തുക. തൃശൂർ തേക്കിങ്ങാട് മൈതാനിയിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 5:15 തിരിച്ചുപോകും. സുരക്ഷ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് SBG സംഘം നാളെ എത്തുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി നായ്ക്കനാൽ ഭാഗത്താകും എന്നാണ് സൂചന. രാവിലെ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടനല്ലൂർ ഹെലിപ്പാഡ് സന്ദർശിച്ച സുരക്ഷ വിലയിരുത്തി. കൈക്കൂലി കേസിൽ ചാലക്കുടിയിലെ GST ഓഫീസ് സൂപ്രണ്ടിനെ CBI അറസ്റ്റ് ചെയ്തു. നടത്തറ കൈനൂര് വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. സൗത്ത് ജംഗ്ഷനിലെ കാറ്ററിംഗ് ഉടമയിൽ നിന്ന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് ഇയാൾ CBIയുടെ പിടിയിലായത്. 15 ലക്ഷം രൂപയുടെ GST അടയ്ക്കണം എന്നാണ് ഇയാൾ ഉടമയോട് നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ നിന്നും ഒഴിവാക്കുന്നതിന് 5 ലക്ഷം രൂപ നൽകിയാൽ മറ്റുള്ള നടപടികളിൽ നിന്നും ഒഴിവാക്കാമെന്നും പറഞ്ഞു. എന്നാൽ 2 ലക്ഷം രൂപ നൽകാമെന്ന് കാറ്ററിംഗ് ഉടമ സമ്മതിച്ചു. പണവുമായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ഹോട്ടലിൽ എത്തണമെന്നായിരുന്നു സൂപ്രണ്ടിന്റെ നിർദ്ദേശം. വിവരം മുൻകൂട്ടി അറിയിച്ചതിനെ തുടർന്ന് CBI ഉദ്യോഗസ്ഥർ ഹോട്ടൽ പരിസരത്ത് തമ്പടിച്ചു. കൈക്കൂലിയിലെ ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപ കൈമാറുമ്പോൾ സൂപ്രണ്ടിനെ കൈയോടെ പിടികൂടുകയായിരുന്നു. കാമുകിയുടെ 9 വയസ്സുള്ള മകളെ 2 വർഷത്തിലധികമായി ലൈംഗികമായി പീഡിപ്പിച്ച 50 വയസ്സുകാരനെയും പീഡനത്തിന് ഇരയായ കുട്ടിയുടെ മാതാവിനെയും ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് അകലാട് കാട്ടിലപ്പള്ളിക്കടുത്ത് കല്ലുവളപ്പിൽ അലി, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിനിയായ 30 വയസ്സുകാരി എന്നിവരെയാണ് ചാവക്കാട് CI G ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ KG ജയപ്രദീപ്, KV മാധവൻ, ASI അനിൽ മാത്യു, വനിതാ CPO വീരജ എന്നിവരടങ്ങിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. രാത്രി സമയങ്ങളിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കിടത്തിയ ശേഷം യുവതി കാമുകനുമൊത്ത് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് പതിവായിരുന്നു. 9 വർഷമായി അവിഹിത ബന്ധം തുടരുന്ന ഇവരെ കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ പിടികൂടിയത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി സംസാരിച്ചപ്പോഴാണ് 2 വർഷത്തിലധികമായി പീഡിപ്പിക്കുന്ന വിവരം കുട്ടി വെളിപ്പെടുത്തിയത്. മാതാവുമായുള്ള അവിഹിത ബന്ധത്തിന് ശേഷമാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. വിവരം പുറത്തു പറയരുതെന്നും ആരെങ്കിലും അറിഞ്ഞാൽ നമ്മൾ 2 പേരെയും ഇയാൾ കൊല്ലുമെന്നും മാതാവ് പറഞ്ഞിരുന്നതായി കുട്ടി മൊഴി നൽകി. ഇതോടെയാണ് അലിയുടെയും യുവതിയുടെയും അറസ്റ്റിനുള്ള വഴിയൊരുങ്ങിയത്. അകലാട് പച്ചക്കറി കട നടത്തുന്ന അലി പീഡനത്തിന് പുറമെ യുവതിയുടെയും മകളുടേതുമായി 15 പവൻ സ്വർണ്ണാഭരണങ്ങളും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തിട്ടുണ്ട്. 2 വിവാഹങ്ങളിലായി അലിക്ക് 5 മക്കളുണ്ട്. TCV ചാവക്കാട്. യുവതിയെ കാണാനില്ലെന്ന് പരാതി. പീച്ചി തെക്കുംകര വട്ടംകുളങ്ങര മോഹനന്റെ മകൾ സിജയെയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ 10-ന് കാണാതായത്. മുതുവറയിൽ 2ാം ഭർത്താവുമൊത്ത് വാടക വീട്ടിൽ കഴിയുകയായിരുന്ന ഇവരെ കാണാതാവുകയായിരുന്നു. പേരാമംഗലം പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 3-ന് നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തതിനെതിരെ മുൻ ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. കഴിഞ്ഞ 30-ന് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ആർബിട്രേഷൻ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സ്റ്റേ ഉത്തരവ്. ഇതിനിടെ കഴിഞ്ഞ 12-ന് ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചിരുന്നു. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടക്കുന്നത്. ബാങ്കിലെ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിലെ വിഭാഗീയത രൂക്ഷമായി. കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് പുറമെ മറ്റൊരു വിഭാഗവും മത്സര രംഗത്തുണ്ട്. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. കൊരട്ടി പഞ്ചായത്തിലെ ഭരണം പൂർണ്ണമായും LDFന്റെ കൈപ്പിടിയിലായി. അവിശ്വാസത്തിലൂടെ പുറത്തായ കുമാരി ബാലൻ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം CPM കൈക്കലാക്കി. KP തോമസാണ് പുതിയ വൈസ് പ്രസിഡന്റ്. ഇരുവർക്കും 9 വോട്ടുകൾ വീതം ലഭിച്ചു. അവിശ്വാസത്തിലൂടെ പുറത്തായ UDF സ്വതന്ത്ര
ജെയ്നി ജോഷി 2 തെരഞ്ഞെടുപ്പുകളിൽ വിട്ടുനിന്നതാണ് LDFന്റെ വിജയം എളുപ്പമാക്കിയത്. ജെയ്നിയുടെ അഭാവത്തിൽ UDFന് 8 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. 3 വർഷം മുൻപ് ഇരുവിഭാഗത്തിനും 9 വീതം വോട്ടുകൾ ലഭിച്ച് തുല്യത കൈവന്നപ്പോഴാണ് നറുക്കെടുപ്പിലൂടെ കുമാരി ബാലൻ പ്രസിഡന്റായും ജെയ്നി ജോഷി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് നിഷ്പക്ഷത പാലിച്ച ഏക BJP അംഗം ബിന്ദു സത്യപാലൻ ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പുകളിലും വിട്ടുനിന്നു. കുമാരി ബാലനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പുവെപ്പിക്കുമ്പോൾ ജെയ്നിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് വാക്കുമാറിയ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജെയ്നി യോഗത്തിൽ എത്താതിരുന്നത്. ഏറ്റവും ഒടുവിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാമെന്ന് അറിയിച്ചെങ്കിലും ജെയ്നി ഇത് ചെവികൊണ്ടില്ല. നേതാക്കളുടെ വിവേകശൂന്യമായ നടപടികൾ മൂലം കൊരട്ടിയിൽ കോൺഗ്രസിന് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ശബരിമല വിഷയത്തിൽ CPMനെ എതിർക്കുന്ന BJP തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം പൊലിയുകയും ചെയ്തു. TCV ചാലക്കുടി. എടവിലങ്ങ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPIയിലെ മിനി തങ്കപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയിലെ ലൈസ പ്രതാപനെ 4-നെതിരെ 7 വോട്ടുകൾക്കാണ് മിനി തങ്കപ്പൻ പരാജയപ്പെടുത്തിയത്. ആദ്യ റൌണ്ട് തെരഞ്ഞെടുപ്പിൽ മിനി തങ്കപ്പന് 7-ഉം ലൈസ പ്രതാപന് 4-ഉം കോൺഗ്രസിലെ ജെയ്നി ജോഷിക്ക് 3 വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് 2ാം റൌണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ള മത്സരത്തിലും മിനി തങ്കപ്പൻ ലൈസ പ്രതാപനെ പരാജയപ്പെടുത്തുകയായിരുന്നു. 2ാം റൌണ്ടിൽ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് അസാധുവാക്കി. LDF വിമതരായ TM ഷാഫി, KK രമേഷ് കുമാർ എന്നിവർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. BJPയിലെ സജിത അമ്പാടി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായതിനെ തുടർന്നാണ് എടവിലങ്ങ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. നേരത്തെ ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം CPM ഒഴിഞ്ഞ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറി വിജയം നേടിയിരുന്നു. ആലത്തൂരിൽ കോടതി വളപ്പിൽ വെച്ച് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം AK സുരേന്ദ്രനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലത്തൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനെത്തിയ സുരേന്ദ്രനെ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ആക്രമിച്ചത്. തലയ്ക്കും കഴുത്തിനും മുഖത്തുമാണ് വെട്ടേറ്റത്. പാലരുവി എക്സ്പ്രസിന് ജില്ലയിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് നിവേദനം സമർപ്പിച്ചു. പാലരുവി എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച കാലാവധി കഴിഞ്ഞതായും സ്റ്റോപ്പ് അനുവദിച്ച താൽക്കാലിക നടപടി സ്ഥിരപ്പെടുത്താൻ നടപടിയായില്ലെന്നും TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, പൂങ്കുന്നം, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ പുനലൂർ, പാലക്കാട് പാലരുവി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യമാണ് റെയിൽവേ പാസഞ്ചേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹാത്തിയ, എറണാകുളം, തിരുനെൽവേലി, ഗാന്ധിധാം, ഹംസഫർ എക്സ്പ്രസ് എന്നിവയ്ക്ക് തൃശൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുക. എറണാകുളം, രാമേശ്വരം ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുക. പാലക്കാട്, പഴനി, മധുരൈ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്ക് അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, വടക്കഞ്ചേരി, പൂങ്കുന്നം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കുക. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകൾക്ക് കൂടുതൽ മെമു അനുവദിക്കുക. തൃശൂരിന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനായ പൂങ്കുന്നത്ത് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. റെയിൽവേ മന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്യാമെന്ന് അൽഫോൺസ് കണ്ണന്താനം വ്യക്തമാക്കിയതായി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. കൃഷ്ണകുമാർ പറഞ്ഞു. മെയ് 9 മുതൽ അമൃത എക്സ്പ്രസിന്റെ സമയക്രമത്തിൽ വരുത്തുന്ന മാറ്റം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നും ഇത് പുനഃക്രമീകരിക്കണമെന്നും അമൃതയ്ക്കും രാജറാണിക്കും കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റിവെച്ചു. ഫെബ്രുവരി അവസാന വാരത്തിലേക്കാണ് മാറ്റിവെച്ചത്. സർക്കാർ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന ദിലീപിന്റെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ദിലീപിന്റെ ഹർജി മാറ്റിവെച്ചത്. മെമ്മറി കാർഡിന്റെ പകർപ്പ് ദിലീപിന് നൽകാനാകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് വൈകിട്ട് 5-നായിരുന്നു അപകടം. സർവീസ് റോഡിലൂടെ തെക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ആംബുലൻസ് പ്രധാന റോഡിലേക്ക് U-ടേൺ എടുത്തപ്പോഴാണ് കാറുമായി കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും കോലഞ്ചേരി മിഷൻ ആശുപത്രിയിലെ ജീവനക്കാരാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ച ശേഷം തിരിച്ചു പോകുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. കൊരട്ടി പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മലയാളിയുടെ ശബ്ദവും മലയാളത്തിന്റെ നാവുമായിരുന്ന സുകുമാർ അഴീക്കോടിന്റെ ഓർമ്മകൾക്ക് 7 വയസ്സ്. കണ്ണൂരിലാണ് ജനനമെങ്കിലും അഴീക്കോട് മാഷിന്റെ കർമ്മമണ്ഡലം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലായിരുന്നു. തൃശൂരിന്റെ കലാസാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു സുകുമാർ അഴീക്കോട്.
സാഹിത്യ രാഷ്ട്രീയ വിമർശനം, പ്രഭാഷണം, സാംസ്കാരിക ഇടപെടൽ തുടങ്ങി അഴീക്കോട് മാഷ് എത്തിപ്പെടാത്ത മേഖലകൾ ഇല്ലെന്ന് തന്നെ പറയാം. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോട് മാഷിന് ശക്തമായ എതിർപ്പായിരുന്നു. ഗാന്ധിസത്തിൽ വിശ്വസിക്കുമ്പോഴും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയ്ക്കപ്പുറം ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ് ശോഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ സാഗരഗർജനമെന്നാണ് അഴീക്കോടിന്റെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചത്. കേൾവിക്കാരെ വശീകരിച്ച് വലിച്ചെടുപ്പിച്ച് കൂടെ നിർത്തുന്ന മാഷിന്റെ പ്രഭാഷണ ശൈലി ഒന്ന് വേറെ തന്നെയായിരുന്നു. മാഷിന്റെ ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. രമണനും മലയാള കവിതയും എന്നീ കൃതികൾ മലയാളികളുടെ അതുവരെയുള്ള സാഹിത്യ സങ്കല്പങ്ങളെയാണ് കീറിമുറിച്ചത്. ആശാന്റെ സീതാകാവ്യം, മഹാത്മാവിന്റെ മാർഗം, പുരോഗമന സാഹിത്യവും മറ്റും, മലയാള സാഹിത്യ വിമർശനം തുടങ്ങി 35-ലധികം കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇന്ത്യൻ തത്വചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച തത്വമസി മാഷിന്റെ ചിന്താപരമായ ഔന്നിത്യം വെളിപ്പെടുത്തുന്നതാണ്. തന്റെ അഭിപ്രായം ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലായിരുന്ന അദ്ദേഹം സാഹിത്യലോകത്തിലെ ഒരിക്കലും അസ്തമിക്കാത്ത പൊൻപ്രഭ തന്നെയാണ്. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രാത്രികാല മിന്നൽ പരിശോധന. ഒരു ഹോട്ടൽ അടച്ചുപൂട്ടി. 8 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. 4 ഹോട്ടലുകളിൽ നിന്ന് പിഴ ഈടാക്കി. KSRTC ജംഗ്ഷൻ, ജൂബിലി മിഷൻ പരിസരം, ഇക്കണ്ടവാര്യ റോഡ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. ഹോട്ടലുകളിലെ അടുക്കളയിൽ നിന്ന് മാലിന്യം കൂട്ടിയിട്ടതായും മലിനജലം കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി. ജീവനക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹോട്ടലുകളിൽ കുടിവെള്ള പരിശോധനാ റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ VK പ്രദീപ് കുമാർ, KK അനിലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. വാട്ടർ പപ്പറ്റും ഫിഗുറ്റയും ഇറ്റ്ഫോക്ക് നാടകമേളയുടെ 4ാം ദിനത്തെ സജീവമാക്കി. വിയറ്റ്നാമിൽ നിന്നുള്ള ജലപാവകളിയുടെ കൗതുക കാഴ്ചകൾ നാടക പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. വിയറ്റ്നാമിന്റെ കാർഷിക സംസ്കാരങ്ങളും ഗ്രാമീണ ജീവിത കാഴ്ചകളുമാണ് വാട്ടർ പപ്പറ്റിൽ അരങ്ങിലെത്തിയത്. ശശിധരൻ നടുവിൽ സംവിധാനം ചെയ്ത ഹിഗ്വിറ്റ രംഗാവിഷ്കാരത്തിന്റെ വേറിട്ട പരീക്ഷണമെന്ന നിലയിൽ നേരത്തെ ചർച്ചയായതാണ്. NS മാധവന്റെ പ്രശസ്തമായ ഹിഗ്വിറ്റ എന്ന രചന 20 വർഷം മുമ്പ് ക്രൈസ്റ്റ് കോളേജാണ് ആദ്യമായി അരങ്ങിലെത്തിച്ചത്. അടുത്തിടെ ക്രൈസ്റ്റ് കോളേജിൽ പുനരവതരിപ്പിച്ച നാടകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഹിഗ്വിറ്റ എന്ന കൊളംബിയൻ ഗോളിയുടെ ഓർമ്മകളിലൂടെ ഗീർവർഗീസ് അച്ഛൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ വേഷപ്പകർച്ചയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഹിഗ്വിറ്റ നാടകാസ്വാദകർക്ക് മികച്ച അനുഭവം പകർന്നു നൽകി. സ്വന്തം പെനാൽറ്റി ബോക്സ് വിട്ട് എതിർ ഗോൾ പോസ്റ്റിലേക്ക് പാഞ്ഞെടുക്കുന്ന ഹിഗ്വിറ്റയുടെ മാനസിക ഭാവങ്ങൾ പുതുതലമുറ ഏറ്റെടുക്കേണ്ട കാലമാണെന്ന പ്രസക്തമായ രാഷ്ട്രീയ ആഹ്വാനം നൽകിയാണ് ഹിഗ്വിറ്റ രംഗാവിഷ്കാരം കൊണ്ടും അവതരണ രീതി കൊണ്ടും വേറിട്ടതായത്. റിമംബറൻസ് തിയേറ്ററാണ് ഹിഗ്വിറ്റ അരങ്ങിലെത്തിച്ചത്. ദി മേഡ്സ്, പ്രൈവസി എന്നീ നാടകങ്ങളും വിവിധ സംവാദങ്ങളും ഇറ്റ്ഫോക്ക് മേളയുടെ 4ാം ദിനത്തെ സജീവമാക്കി. TCV ന്യൂസ്, തൃശൂർ. മണമ്പേട്ട തെക്കേക്കരയിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് വീടിന് തീപിടിച്ചു. തെക്കേക്കര ചീനാത്ത മണിയുടെ വീടിനാണ് തീപിടിച്ചത്. ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. മണിയുടെ ഭാര്യ സുഷിത സ്റ്റൗ കത്തിച്ചപ്പോൾ ഗ്യാസ് ചോർച്ചയുണ്ടായി തീ ആളിപ്പടരുകയായിരുന്നു. സുഷിതയും മണിയും മക്കളുമായി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. തീ അണച്ച് സിലിണ്ടർ പുറത്തേക്ക് മാറ്റുന്നതിനിടെ സമീപവാസികളായ 2 പേർക്ക് പൊള്ളലേറ്റു. കുറുവീട്ടിൽ ജോയ്, കുപ്ലിക്കാടൻ അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഇവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ ചേർന്നാണ് തീ അണച്ചത്. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. വിയൂർ സബ് ജയിലിൽ റിമാൻഡ് പ്രതി കുഴഞ്ഞു വീണ് മരിച്ചു. ചെറുതുരുത്തി തേക്കാട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കുഴഞ്ഞ വീണയുടൻ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അബ്കാരി കേസിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ. നെല്ലിക്കുന്നിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത 2 യുവാക്കളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലിക്കുന്ന് സ്വദേശികളായ തട്ടിൽ വീട്ടിൽ മോനിച്ചൻ, പട്ടത്താനം വീട്ടിൽ എഡിസൺ സൈമൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് നെല്ലിക്കുന്നിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയ പ്രതികൾ നെല്ലിക്കുന്ന് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചാണ് ഓട്ടോ ഡ്രൈവറായ കുഴുക്കുള്ളി സ്വദേശി അനീഷിനെ മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നത്. ഇവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ CI ബെന്നി ജേക്കബ്, SI S സിനോജ്, CPമാരായ അലൻ ആന്റണി, അജികുമാർ, സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ ചിയാരത്ത് നിന്ന് പിടികൂടിയത്. ഫണ്ടുണ്ടായിട്ടും സ്ഥലപരിമിതി മൂലം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വികസന പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിടുകയാണെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കൃത സർവകലാശാല തൃശൂർ കേന്ദ്രം വികസിപ്പിക്കുന്നതിനാവശ്യമായ 3 ഏക്കർ സ്ഥലം
കിട്ടാത്തതുമൂലം നിർമ്മാണം താമസിക്കുകയാണ്. ഗവൺമെന്റ് ലോ കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും ഗവൺമെന്റ് MTIയുടെയും വികസനത്തിനും സ്ഥലപരിമിതി തടസ്സം സൃഷ്ടിക്കുകയാണ്. അതേസമയം തൃശൂരിൽ സംഗീത കോളേജ് തുടങ്ങാനുള്ള നടപടികൾ പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. മേയർ അജിത വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ്, കൌൺസിലർ ഐ ലളിതാംബിക, സ്കൂൾ പ്രിൻസിപ്പൽ ഭരതരാജൻ, PTA പ്രസിഡന്റ് സിന്ധു മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,13,00,000 രൂപ ചെലവഴിച്ചാണ് പൂങ്കുന്നം സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ത്രിമാന ചിത്രങ്ങൾ വരച്ച് യാത്രികരുടെ മനം കവരുന്ന പദ്ധതിയിൽ ജില്ലയിൽ രണ്ടാമത്തെ സ്റ്റേഷനാവുകയാണ് ഇരിങ്ങാലക്കുട. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചുമർ പൊളിച്ചു വരുന്ന ആനയുടെ ചിത്രവും ക്യാൻവാസിൽ നിന്നും പുറത്തേക്കെത്തി നോക്കുന്ന ജിറാഫും ജില്ലയുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും പുലിക്കളിയും തുടങ്ങി കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൌണ്ടർ ഹാൾ നിറയെ 3D ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. കല്ലേറ്റുങ്കരയിലെ തന്നെ പൈലറ്റ് ഇന്ത്യ ലിമിറ്റഡാണ് ഏകദേശം 1,00,000 രൂപ ചെലവിൽ സ്റ്റേഷനിൽ ചിത്രങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്പൈഡർമാൻ അടക്കം നിരവധി ത്രിമാന ചിത്രങ്ങൾ വരച്ച സുരേന്ദ്രൻ പെരുമ്പാവൂരാണ് കല്ലേറ്റുങ്കരയിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ലളിതമായ ഉദ്ഘാടന ചടങ്ങിൽ പൈലറ്റ് ഇന്ത്യ ചെയർമാൻ ഷീൻ ആന്റണി, റെയിൽവേ സീനിയർ DCM രാജേഷ് ചന്ദ്രൻ, റെയിൽവേ ഉദ്യോഗസ്ഥനായ ശിവകുമാർ എന്നിവർ സംസാരിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച സൌകര്യങ്ങൾ ഏർപ്പെടുത്തി അവയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ ഐന്തോൾ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2.5 വർഷം കൊണ്ട് തൃശൂർ മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 240 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഗണിത ലാബ്, ശാസ്ത്ര ലാബ്, ക്ലാസ് ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ് നിർവഹിച്ചു. കോർപ്പറേഷൻ മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ വത്സല ബാബുരാജ്, രജനി വിജയകുമാർ, PTA പ്രസിഡന്റ് KB വിജയശ്രീ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിമന്ത്രിയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 3,20,000 രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയം തകർത്ത് കളഞ്ഞ കേരളത്തിന് പുനർനിർമ്മാണത്തിൽ പങ്കുചേർന്ന ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ മറ്റം ഊട്ടുമഠത്തിൽ ഹരിദാസന്റെ കുടുംബത്തിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഒരുക്കുന്ന സന്തോഷ വീടിന്റെ കട്ടിലവെർപ്പ് കർമ്മം നടന്നു. പഞ്ചായത്ത് അംഗം സതീഷ്, കണ്ടാണശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അപ്പു, വാർഡ് കൺവീനർ വിജയൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, മാൾ ഓഫ് ജോയ് മാൾ മാനേജർ KA സുമേഷ്, ജോയ് ആലുക്കാസ് ജ്വല്ലറി മാനേജർ പോൾ മഞ്ഞില എന്നിവർ സന്നിഹിതരായിരുന്നു. പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ വിദഗ്ധരായ ആർക്കിടെക്റ്റുകളുടെ മേൽനോട്ടത്തിലാണ് ജോയ് ഹോംസ് പദ്ധതി നടപ്പാക്കുന്നത്. സന്തോഷ വീടുകൾ നിർമ്മിക്കുന്നതിലൂടെ റീബിൽഡിംഗ് കേരള എന്ന സർക്കാരിന്റെ പ്രവർത്തനത്തിന് കരുത്തേകുകയാണ് ജോയ് ആലുക്കാസിന്റെ ലക്ഷ്യം. കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ തീരസുരക്ഷയുടെ അളവളന്ന് 48 മണിക്കൂർ നീണ്ട സീ വിജിൽ മോക്ക് ഡ്രില്ലുമായി തീരദേശ പോലീസ്. ASI മണികണ്ഠന്റെ നേതൃത്വത്തിൽ സ്രാങ്ക് ഹാരിസ് നിയന്ത്രിച്ച ബോട്ടിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും ബോട്ട് ക്രൂവും ഉണ്ടായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങുന്ന ചെറുവള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങൾ കർശന നിരീക്ഷണത്തിനു ശേഷമാണ് അഴിമുഖം കടന്ന കരയിലെത്തുന്നത്. 100 ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ജലയാനങ്ങൾക്കകത്ത് കയറി വിശദ പരിശോധനയുമുണ്ട്. സംശയമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രം യാത്ര തുടരാൻ അനുമതി നൽകി. 1 മണിക്കൂറിലധികം നീണ്ട പട്രോളിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ASI ലാൽസന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ബോട്ട് കടലിലിറങ്ങിയിരുന്നു. തീരസുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് പോലീസ്, നാവികസേന, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ് വകുപ്പ്, കടലോര ജാഗ്രതാ സമിതി എന്നിവ സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വർഷത്തിൽ 2 വട്ടം നടത്താറുള്ള മോക്ക് ഡ്രില്ലിന് മുനമ്പം മനുഷ്യക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി പ്രസക്തിയേറി. 100ഓളം പോലീസുകാരടക്കം മുഴുവൻ സുരക്ഷാ പ്രവർത്തകരും ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ കടലിലേക്ക് കണ്ണുനട്ടു കാത്തിരിക്കുകയായിരുന്നു.
അഴീക്കോട് കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടർ PR ബിജോയുടെ നേതൃത്വത്തിൽ 48 മണിക്കൂറും പോലീസിന്റെ 2 ബോട്ടുകളും ഫിഷറീസിന്റെ 1 ബോട്ടും പരിശോധനയ്ക്കായുണ്ടായിരുന്നു. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കോർപ്പറേഷനിലെ അംഗീകൃത ലിസ്റ്റിലുള്ള ശുചീകരണ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, ശുചീകരണ തൊഴിലാളികൾക്ക് ബോണസ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യഗ്രഹ സമരം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ TUCI സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു. TUCI ജില്ലാ പ്രസിഡന്റ് MG ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TUCI സംസ്ഥാന സെക്രട്ടറി TB മിനി, സമരസമിതി കൺവീനർ KT സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരുത്താതെയാണ് സമരം നടത്തുന്നതെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. അമ്മയും മകളും ഒരേ ദിവസം മരിച്ചു. കോട്ടപ്പുറം കൊടിയത്ത് പറയത്തനായ വർഗീസിന്റെ ഭാര്യ 85 വയസ്സുള്ള മാത്ത, മകൾ കുട്ടന്തലു LMLP സ്കൂളിലെ പ്രധാനാധ്യാപികയായ 56 വയസ്സുള്ള ലീലാമ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 മാത്ത മരിച്ചത്. വൈകിട്ട് 5:30 കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്ന അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിൽ ലീലാമയ്ക്ക് തലകറക്കം അനുഭവപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 10:30 മരിക്കുകയായിരുന്നു. മന്ത്രി VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലെ ഗൈനിക് വിഭാഗത്തിലേക്കും ഡയാലിസിസ് വിഭാഗത്തിലേക്കും അനുവദിച്ച ഉപകരണങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VS സുനിൽകുമാർ ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ ആശുപത്രിയിലെ ഗൈനിക് ഡിപ്പാർട്ട്മെന്റിനെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റുമെന്നും അതിനുവേണ്ട ഫണ്ട് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഗൈനക് ഡിപ്പാർട്ട്മെന്റിന്റെ വികസനം നമുക്ക് കേരളത്തിലെ തന്നെ നമ്പർ 1 ഡിപ്പാർട്ട്മെന്റാക്കി അതിനെ മാറ്റണം. നമുക്ക് അതിനെന്തൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് അതിനാവശ്യമായ ഫണ്ട് നമുക്കിവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, ആശുപത്രി സൂപ്രണ്ട് TP ശ്രീദേവി, DMO KJ റീന തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 8-ന് തേക്കിൻകാട് മൈതാനത്ത് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. പരേഡ്, മാർച്ച് പാസ്റ്റ്, ദേശഭക്തി ഗാനാലാപനം, ട്രോഫി വിതരണം തുടങ്ങിയവ ഉണ്ടാകും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരേഡ് റിഹേഴ്സൽ തേക്കിൻകാട് മൈതാനിയിൽ തുടരുകയാണ്. കേരള ആംഡ് പോലീസ്, ആംഡ് റിസർവ്, NCC സ്കൌട്ട് തുടങ്ങിയവ പരേഡിൽ അണിനിരക്കും. പോലീസിന്റെ ബാൻഡ് വാദ്യത്തിന് പുറമെ സ്കൂൾ കുട്ടികളുടെ ബാൻഡ് വാദ്യവും ഉണ്ടാകും. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന റാലി കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് 26-ന് ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കും. വിദ്യാർത്ഥി കോർണറിൽ റാലി സമാപിക്കും. ആലപ്പി ധൻബാദ് എക്സ്പ്രസ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ 1/2 മണിക്കൂറോളം പിടിച്ചിട്ടു. AC കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ബാറ്ററി ബോക്സിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണമായതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ട്രെയിൻ പുറപ്പെട്ടു. വിദേശത്തും സ്വദേശത്തും ജോലിയും സ്ഥാപനങ്ങളും തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്ത് പ്രവാസികളെ അടക്കം കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ വിരുദ്ധനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മോതിരക്കണ്ണി മേപ്പുള്ളി ദിലീപിനെയാണ് SIVS വത്സലകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാളെ ടെലിവിഷൻ സംപ്രേഷണം നിർത്തിവെച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ കരിദിനം ആചരിക്കും. ട്രായുടെ പുതിയ താരിഫ് നയത്തിലെ അപാകതയിൽ പ്രതിഷേധിച്ചാണ് കരിദിനാചരണം. കേരള സാഹിത്യ അക്കാദമിയുടെ 2017 അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ KN പണിക്കർക്കും ആറ്റൂർ രവിവർമ്മയ്ക്കും അക്കാദമി വിശിഷ്ടാംഗത്വം. ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിശ്ചലമായി. പൊതുസ്ഥലത്ത് മാലിന്യം കത്തിക്കുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചു. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പണം സ്വന്തക്കാർക്ക് വേണ്ടി മുഖ്യമന്ത്രി ദൂർത്തടിക്കുന്നതായി K മുരളീധരൻ MLA. വെങ്കടങ്ങ് പഞ്ചായത്തിൽ തെരുവ് നായ് ശല്യം രൂക്ഷം. പഞ്ചായത്ത് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന നാട്ടുകാർ. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. SBG സംഘം നാളെ തൃശൂരിൽ പരിശോധനയ്ക്കെത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.